ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. ഒരു നാടൻ അയിലക്കറി, പാലക്കാട് സ്റ്റൈലിലാണ്. ഐ ആം ഫ്രം പാലക്കാട്. അപ്പോൾ ഞാൻ വെച്ച് പാലക്കാട് സ്റ്റൈലിൽ ഞാൻ ഒന്ന് ഒരു കറി വെക്കാമെന്ന്. എൻ്റെ ചൈൽഡ്ഹുഡെല്ലാം പാലക്കാടായിരുന്നേ, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ ആയിരുന്നേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം ഗ്രാൻഡ്, പക്ഷെ ഞാൻ വളർന്നതെല്ലാം അവിടെ അവരുടെ കൂടെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് അതേ രീതിയിലുള്ളതാണ് അറിയാം. പക്ഷെ അവർ പണ്ട് കാലത്ത് വെക്കുന്നതൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഇവര് ചെയ്ത കുക്കിംഗ്, ആ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊന്നും കുക്കിംഗ് ഒന്നും ചെയ്തില്ല, എനിക്ക് അറിയത്തൊന്നുമില്ല, നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുമില്ല. അപ്പം നമുക്ക് കഴിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ എന്താ പറയുക, പിന്നീടാണ് എല്ലാം പഠിച്ചത് കുക്കിങ്ങിൻ്റെ രീതി. അപ്പോൾ എപ്പോഴും ആ ഒരു എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട് ഗ്രാൻഡ് മദർ വെച്ച കറികളും എല്ലാം. അപ്പോൾ അതെപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, ആ രീതികളെല്ലാം. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം ഞാൻ കുക്കിങ്ങിന് തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് തുടങ്ങാമെന്ന്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും, പക്ഷേ ഞാൻ ഒത്തിരി ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് ചെയ്യുന്നതായിരുന്നു. അവരെ കുറിച്ച് ഇപ്പം അവർ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഞാൻ അപ്പം അത് കാരണം നല്ല ഓർമ്മകൾ വരുന്നു, മെമ്മറി ഒത്തിരി അവരെ കുറിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല തന്നെ. പക്ഷെ ഞാൻ ഓർത്ത് ഞാൻ കറികൾ അത് കാരണം ഈ കറി വരുന്നു. അപ്പം നമ്മുടെ മൈൻഡ് ഇങ്ങനെ കറിനെ പറ്റി ഓർക്കുമ്പോൾ അതൊക്കെയാണല്ലോ ചെറുപ്പത്തിൽ വളർന്ന രീതിയിലൊക്കെ ആയിരിക്കും ഓർമ്മ, മെമ്മറി പോകുന്നത്. അപ്പം നല്ലൊരു കാര്യം തന്നെ. അപ്പം ഞാൻ അതേ രീതിയിൽ വെക്കാം, പാലക്കാട് സ്റ്റൈലിൽ നാടൻ അയിലക്കറി എന്ന് പറയും. അതേപോലെ അതേ രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് വീഡിയോ കണ്ടിട്ട്, എന്നിട്ട് അതിൻ്റെ കമൻസ് തന്നെ അറിയിക്കണം. എന്നാലാണ് എനിക്കറിയുള്ളൂ നിങ്ങൾ ഈ സെയിം കറി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അയിലക്കറിക്ക് വേണ്ടതാണ് എന്തെല്ലാം നോക്കിയോളൂ. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന 2 ഓണിയനാണ്, സ്മോൾ ഓണിയൻ ആയിരുന്നു 2. പിന്നെ കറിവേപ്പില, ടൊമാറ്റോ ആൻഡ് ഗ്രീൻ ചില്ലി. പിന്നെ ഒരു ടൊമാറ്റോ ഞാൻ ലോങ്ങായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉലുവ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഉണക്കമുളക്. പിന്നെ വേണ്ടത് തേങ്ങയും കുറച്ച് ജീരകം ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ മീൻ കറി, അയില മീൻ വെക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഓക്കെ, നമുക്കിനി തുടങ്ങാം. ആദ്യം അത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരിക്കും കോക്കനട്ട് ഓയിൽ വെക്കുകയാണെങ്കിൽ മീൻ കറി. അപ്പോൾ നല്ല ചൂടായ ശേഷം നമുക്കിതിൽ കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, കടുക് പൊട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഉലുവ, അടുത്തത് ഇടേണ്ടത് ഉണക്കമുളക്, അത് കഴിഞ്ഞ് കറുവേപ്പില. നല്ലൊരു എല്ലാം ആയത് കടുക് പൊട്ടി എല്ലാം വാടി എല്ലാം കറിവേപ്പില, ഉണക്കമുളകെല്ലാം. ഇനി അതിൽ ഓണിയൻ ഇട്ട് കൊടുക്കാതെ. ഓണിയൻ കുറച്ച് പെട്ടെന്ന് വേകാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് സോൾട്ട്, വേഗം അത് വാടിക്കിട്ടും, ബ്രൗൺ ആവാൻ വേണ്ടി. ഓണിയൻ ഒന്ന് വാടിയ ശേഷമാണ് ഓയിലിട്ട് നല്ലപോലെ ഒന്ന് തിരിയൊന്ന് എന്താ പറയുക,
ബ്രൗൺ ആയില്ലെങ്കിൽ കുറച്ചൊന്ന് ഓയിലെല്ലാം നല്ലപോലെ പിടിച്ചൊന്ന് ഇട്ടതിന് ശേഷം ടൊമാറ്റോ ഇടാം. അതായത് ഓണിയൻ്റെ ഒപ്പം തന്നെ ടൊമാറ്റോ ഇടാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഞാൻ ടൊമാറ്റോ ഇടാം. പിന്നെ ഗ്രീൻ ചില്ലി, ഇത് നല്ലപോലെ ഒന്ന് വേഗത്തെ നമുക്ക് മൂടി വെക്കാവേ. മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാവേ. നേരിലെ ആകാനായിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മൂടിയില്ല, നല്ല ബ്രൗൺ ആകട്ടെ. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വഴകി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഉള്ളി നല്ലപോലെ വേകണം, അതാണ് കറിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓണിയനും ടൊമാറ്റോയും ഇട്ട് വഴറ്റുമ്പോൾ നല്ലപോലെ അത് വേകണം. ഓക്കെ, അപ്പം ഇനി ചെയ്യേണ്ടത് റെഡി. ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ഓണിയൻ ഇട്ടിട്ടുണ്ട്, ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്, കറിവേപ്പില, ജിഞ്ചർ, ഗാർലിക്, ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഉണക്കമുളക്, ഉലുവ, കടുക്, ഇത്രയെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ആയിട്ടുണ്ട്. പിന്നെ ഇടേണ്ടത് ഇതിൽ ചില്ലി പൗഡർ നമുക്ക് എങ്ങനെ വേണം നോക്കട്ടെ. ഒരു മീൻ കറി ആയതുകൊണ്ട് ഇത്തിരി നല്ല എരിവെല്ലാം ഇരിക്കണം അല്ലേ. 3 സ്പൂൺ ഇടും. ഇത് ഇവിടെ കൊറിയൻഡർ പൗഡർ, ഇവിടെ മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മിക്സ് ചെയ്യാൻ നല്ലപോലെ. സ്പെഷ്യൽ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ എല്ലാ കറികളിലും കൂടുതൽ ഇടാറുണ്ട്. നല്ലതല്ലേ ബോഡിക്ക്. അതുപോലെ ഈ മഞ്ഞൾപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് റിയലായി വീട്ടിൽ നിന്ന് മഞ്ഞൾ കുഴിച്ചെന്താ പറയണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വെളിയിൽ നിന്ന് വാങ്ങിച്ചതല്ല, വീട്ടിൽ നിന്നുള്ള മഞ്ഞളിൽ വലിച്ച് ഉണക്കി പൊടിച്ച റിയൽ മഞ്ഞൾപ്പൊടിയാണ്. അത് കാരണം അപ്പം ഞാനത് നല്ല ഒരു നദി പോലെയാണ് അതിന് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അത് ഈ സമയത്ത് ഇങ്ങനെ കിട്ടിയത് നല്ലൊരു ഇതായിട്ട് ഞാൻ കരുതുന്നു. ആയിക്കോട്ടെ, ഇനി നമ്മൾക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് പറഞ്ഞൊരു ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്കിനി ഇതിൽ സോൾട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സിങ് ചെയ്തിട്ട് ഇതിൽ സോൾട്ട് ഇട്ട് കൊടുക്കണം. സോൾട്ട് ഇടുന്ന ഞാനിങ്ങനെ അളവിലൊന്നും ഞാനിങ്ങനെ ഇട്ടോളൂ, സ്പൂണ് വെച്ചിട്ടൊന്നും എടുക്കാറില്ല. നിങ്ങളൊക്കെ വേണമെങ്കിൽ അളവിലെടുത്തോളൂ. 1 സ്പൂണ് 1/2 സ്പൂൺ എത്ര ഇതിൽ. കാരണം എനിക്ക് ഇങ്ങനെ ഇട്ടിട്ടത് ഇഷ്ടമായി. ഇവിടെയെല്ലാം എങ്ങനത്തെയാണ് അറിയോ സോൾട്ട് കിട്ടുന്നത്? ഇങ്ങനെ ഡപ്പിയിലാണ് ഉണ്ടല്ലേ. ഇതാ പിന്നെ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. മൂടി വയ്ക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതിൽ പുളി ഒഴിച്ചു കൊടുക്കാം. പുളി വെള്ളം ഞാനിത് മിക്സ് ചെയ്ത് പിഴിഞ്ഞ് വെച്ച വെള്ളമാണ്. അങ്ങനെ പുളി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി തിളക്കട്ടെ. ഇതാണ് അയില. ഞാനിതിൽ 5 അയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അയില ഇത് എടുത്ത് ക്ലീൻ ചെയ്തത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതിൽ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചുമ്മാ ക്ലീൻ ചെയ്തിട്ട് ചുമ്മാ വെക്കുന്ന നമ്മൾ കറിയെല്ലാം മേയ്ക്കുന്ന വരെ ഇത് വെക്കണമല്ലോ. അപ്പം അതിന് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അതിൽ മസാല കാണുന്നത്. 5 അയിലയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നോക്കാം. ഇനി നല്ലപോലെ തിളച്ചു നമ്മുടെ കറി. ഇനി നമുക്കിതിൽ മീനിട്ട് കൊടുക്കാവേ. നമ്മൾ പുളിയെല്ലാം ഒഴിച്ചാലുണ്ടല്ലോ നല്ലപോലെ തിളയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നല്ലപോലെ മൂടി വയ്ക്കാം. അപ്പം നമുക്ക് നോക്കാം. ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കാവേ. എല്ലാം റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടില്ല. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് കോക്കനട്ട് അരച്ച് വെച്ചത് മിക്സ് ചെയ്യാം. ലാസ്റ്റാണ് കോക്കനട്ട് ഇടാൻ പറ്റത്തുള്ളൂ. എല്ലാം പുളിയെല്ലാം ഒഴിച്ച് ഫിഷെല്ലാം ഇട്ട് അതെല്ലാം നല്ലപോലെ പിടിച്ച ശേഷം അതിലെല്ലാം ഫിഷിലെല്ലാം ഇതായ ശേഷം ലാസ്റ്റ് കോക്കനട്ട് ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് എടുത്തതിൻ്റെ അളവ് നമ്മൾ ഒരു മുറി തേങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ഹാഫ്. ഒരു മുറി തേങ്ങ വേണ്ട, ആ മുറിയുടെ ഹാഫ് കോക്കനറ്റാണ് വേണ്ടു. ഓക്കെ, അപ്പോൾ അതിൽ ഇത്തിരി ജീരകം ഇട്ടിട്ട് അരച്ചതാണത്. തേങ്ങ ഒരിക്കലും കൂടുതൽ ഫിഷിൽ ഇടുന്നത് നന്നല്ല. കുറച്ചൊരു ടേസ്റ്റിന് ഒരു കളർ ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കൂടുതൽ തേങ്ങയെല്ലാം അരച്ചിട്ട് ഫിഷിൻ്റെ മണം നമ്മൾക്കറിയാൻ പറ്റത്തില്ല. അത് ജസ്റ്റ് ഒരു ഇതിനുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് ഒന്ന് എല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. മുടി ഓക്കെ, നമുക്കിനി നോക്കാതെ. വാവ്, എല്ലാം നല്ലപോലെ എന്ത് പാകമുണ്ട്. ഇനി ഒരു സംഭവം കൂടിയുണ്ട്. ഇനി ഇടേണ്ടത് ലാസ്റ്റ് ഞാൻ ഒരു ടൊമാറ്റോ ലോങ്ങായിട്ട് കട്ട് ചെയ്ത് വെച്ചല്ലോ, അതാണ് ഇനി ഇടേണ്ടത്. ആദ്യം ഒരു ടൊമാറ്റോ ഓയിലിൽ കൂടിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് വെച്ച് ഗ്രീൻ ചില്ലി അങ്ങനെ ഒരു 2 ഗ്രീൻ ചില്ലി ഇതിട്ടിട്ട് ഇനി ഒന്നും കൂടി നമുക്ക് മൂടി വയ്ക്കാം. ഇതെല്ലാം ഒന്ന് പാകമാകട്ടെ. അപ്പോൾ ഇതിൻ്റെ ഈ ടൊമാറ്റോ ഇതിൻ്റെ ഇത് ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ പച്ചയ്ക്ക് ഇടുന്നതാണ്, ഓയിലിൽ വഴറ്റുന്നില്ല. അപ്പോൾ അതൊരു നല്ലൊരു മണമാണ്. കറിയിലൂടെ അത് എടുത്ത് കഴിക്കാനും നല്ല ഒരു ടേസ്റ്റ്, ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് അത് ടൊമാറ്റോ എടുത്ത് കഴിക്കാൻ. ഓക്കെ, പെട്ടെന്ന് മൂടി വയ്ക്കാം. ഓക്കെ, എന്തായി നോക്കാം. റെഡി ആയിട്ടിട്ട് ഇനി നമുക്ക് ജസ്റ്റ് നല്ലപോലെ ചുമ്മാ ഒന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി. അധികം ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോകും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ടൊമാറ്റോ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. വെരി നൈസ് ടേസ്റ്റിയാണ് ഈ പച്ചക്കിട്ട ടൊമാറ്റോ ഒക്കെ അത് പറയുന്നത്. ഈ മുളകും അതുപോലെ തന്നെ ഇതിങ്ങനെ എടുത്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും.
സ്പെഷ്യൽ പാലക്കാട് സ്റ്റൈലാണ്. ഇതേ സെയിം ഇതിലാണ് എൻ്റെ ഗ്രാൻഡ് മദർ വെക്കുന്നത്. അതേപോലെ ഞാൻ വെക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫൈനൽ വൺ നോക്കിക്കോളൂ. നമ്മൾ ആദ്യം കറിവേപ്പില ഇട്ടു അല്ലേ? അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് കൊണ്ടും ഇങ്ങനെ കുറച്ച് ഒരു 2-3 ലീവ്സ് ഇങ്ങനെ ഇട്ടിട്ട് അധികം വേണമെന്നില്ല. ജസ്റ്റ് നമ്മുടെ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നോക്കിക്കോളൂ. ഇതൊരു ഭയങ്കര ടേസ്റ്റാണ് അല്ലേ? ഇതാണ് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒറിജിനലാണിത്. ഇതാ ഇളക്കണ്ട, അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ മീൻ കറി, അയിലക്കറി, നാടൻ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാവേ സ്റ്റവ്. അപ്പോൾ ഇത് നമ്മൾക്ക് റൈസിൻ്റെ കൂടെ ആയിരിക്കും നമ്മളെല്ലാവരും കഴിക്കുന്നത് അല്ലേ? അടിപൊളി കറിയായിരിക്കില്ലേ റൈസിൻ്റെ കൂടെ? അപ്പം മൺചട്ടിയായ കാരണം ഇതിന് ചൂട് ഉണ്ടാകും. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ ഇതിപ്പോൾ തിളച്ചിട്ടേ ഇരിക്കുന്നുണ്ട്. നല്ല ചൂടായിട്ട് അതിലങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയാണ്. ഈ മൺചട്ടി ഉണ്ടല്ലോ, അത് ഞാൻ പറയാം സ്റ്റോറി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതൊരു 4 years ആയി കാണും കൊണ്ടുവന്നിട്ട്. ഇത് ജസ്റ്റ് മീൻ കറി വെക്കുമ്പോൾ മാത്രം ഞാൻ എടുക്കാറുള്ളേ. നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര. അത് എത്ര ഇതിൽ കൊണ്ടുവന്നതാണ് അറിയോ? നല്ലൊരു സംഭവമാണ് മീൻ കറി. പ്രത്യേകിച്ചൊരു മൺചട്ടിയിൽ മീൻ കറി വയ്ക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നതാണ് നാട്ടിൽ നിന്ന്. ഇവിടെയെല്ലാം കിട്ടും, പക്ഷെ എന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി സർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അയിലക്കറിയും ചോറും അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എനിക്ക് കമൻസ് ബോക്സിൽ ഇടുക. ഓക്കെ, അഭിപ്രായം. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, sure to like, share and subscribe. Okay, bye bye.